ഇപ്പം എന്ത് പരിപാടിയാണ് മോദി കാണിച്ചത്? നമ്മൾ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയ ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ ഈ ഒരാൾ നീറ്റ് പരീക്ഷയുടെ പ്രശ്നം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് എങ്ങനെ തെളിയിക്കും? എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാ കിളവന്റെ ഫ്രണ്ട് തമ്പാക്കു ഇങ്ങനെ അതിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ ഇങ്ങനെ കയറുന്നത്, ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഇത് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു. റിയലി സോറി. സോ എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഫോർ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചരിത്രം രചിക്കപ്പെടുന്നത് അടച്ച മുറികളിലല്ല, മറിച്ച് ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനുള്ള യുവാക്കളുടെ തെരുവിലാണ്. ഈ ഒരു മെസ്സേജാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷനോടുകൂടി 36 ദിവസം നീണ്ടു നിന്നിട്ടുള്ള CJP പ്രൊട്ടസ്റ്റ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. ഈ വിജയം ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ തന്നെ വമ്പൻ വിജയമാണ്. നീതിക്കായുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള ഓരോ CJP പ്രവർത്തകനും പിന്തുണ നൽകിയിട്ടുള്ള ഓരോ ജനാധിപത്യ വിശ്വാസിക്കും അഭിനന്ദനങ്ങൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് ഇനി ബാക്കി അതിൻ്റെ കുറേ വിഴുപ്പുകൾ ഉണ്ടായിരിക്കും പല ഭാഗത്തു നിന്ന്, അല്ലേ? ഞാൻ ഇത് നോക്കുന്ന സമയത്ത് ഒരുപാട് ന്യായീകരണ ക്യാപ്സ്യൂളുകളാണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി കിടക്കുന്നത്, പല പല ക്യാപ്സ്യൂളുകൾ, അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് BJPക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യാം, പക്ഷെ അതിനുപയോഗിക്കുന്ന ഭാഷ, പറയുന്ന കാര്യങ്ങൾ ഇത് അത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കഴിയുന്നതോടുകൂടി CJP ഒരു ഭാഗമായിട്ട് മുന്നോട്ട് പോകും, ബാക്കി പറഞ്ഞ ആൾക്കാർ അതിൻ്റെ വള്ളി പിടിക്കേണ്ടി വരും. ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള 2 ക്ലിപ്സാണ്. ഒന്ന്, ഇന്നലെ TG മോഹൻദാസ് ഒരു ചാനലിൽ, അതിൻ്റെ തന്നെ ചാനലാണ്, അയാളുടെ ചാനലിലാണ് TG മോഹൻദാസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെ അടിച്ചമർത്താൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് വളരെ സിമ്പിളായിട്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്ത് പണിയാണ് മോദി കാണിച്ചത്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് അവസാനിപ്പിക്കാമായിരുന്നു. അതായത് ഡൽഹിയിൽ ഈ ഒരു ഏരിയയിൽ 4 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഏരിയയിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്തുകൊണ്ട് അവിടെ കാണുന്ന കുട്ടികളൊക്കെ അവർക്ക് നേരെ ഒരു 2-3 പ്രാവശ്യം അവർക്ക് പിരിഞ്ഞു പോകാൻ ഓർഡർ കൊടുത്ത് 4ാമത്തെ പ്രാവശ്യം അവർ പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് കുറേ ശവങ്ങൾ അവിടെയൊക്കെ വീഴും, കുറേ പേരെ തൂക്കിയെടുത്ത് ശവങ്ങൾ തൂക്കി എടുത്തിട്ട് പോകും എന്ന് വളരെ ലാഘവത്തോടുകൂടി വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ, അതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ ഈ ഡൽഹിയിൽ പോയൊരു CJPക്ക് പ്രൊട്ടസ്റ്റൊക്കെ കൊടുത്ത സമയത്ത് നമ്മൾ പറയില്ലേ, നമുക്ക് ഈ ക്വാളിറ്റി വേണം, ഒരു പൊസിഷനിലൊക്കെ കയറിയിരിക്കാൻ, അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ. പൊസിഷനിൽ കയറി ഇരുന്നു എന്നല്ല പറയണത്, ചില തലങ്ങളിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മളെന്തോ ഭയങ്കര ഹീറോ ആയി എന്നുള്ളത്. പക്ഷെ അതിനുള്ളൊരു ക്വാളിറ്റി ഉള്ളിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയോ? നെക്സ്റ്റ് മൊമെൻറ്റിൽ തനി നിറം പുറത്തു വരും. എന്താണ് തനി നിറമല്ല, എന്താണ് നമ്മുടെ സ്വയം ഓക്കാത്ത് എന്നൊക്കെ പറയും ഹിന്ദിയിൽ. അതായത് നമ്മുടെ ഒരു അവസ്ഥ, എന്താ പറയുക, നമ്മുടെ ആ ഒരു നില, അല്ലേ, ആ സമയത്ത് പുറത്തു വരും. അങ്ങനെ പുറത്തു വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജാൻമണി ദാസ്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നിട്ടുള്ള മണിച്ചേട്ടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞാൻ അതാ പറഞ്ഞു, ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ടായിരുന്നു. വിമർശനങ്ങളൊക്കെ അതിൻ്റെതായ ഭാഷയും സംഭവമൊക്കെ ഉണ്ട്. ഇത് കുറച്ചൊന്നല്ല, അത്യാവശ്യം നല്ലോണം കടന്നുപോയി. ഇപ്പം ജാൻമണിക്കെതിരെ കേസായി. അപ്പോൾ ഇന്ന് രാവിലെ മാപ്പായിട്ട് വന്നു. ജാൻമണി പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു. 47-ലാണ് അച്ഛൻ മരിച്ചത്, 50-ലാണ് ജനിച്ചത്, 3 വർഷം എങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു എന്നുള്ളത് സാധാരണ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ തന്നെ ചെവിക്കൽ നോക്കി അടി കിട്ടുന്ന പരിപാടി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു. നമുക്ക് ഈ ആശയപരമായിട്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിനോടൊക്കെ എതിർപ്പുള്ള സമയത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, പറയുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത്, ഈ രാത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നു, അല്ലേ? ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു പ്രത്യേക ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് വന്നു. ഈ ഒരു ക്യാമറ ആംഗിളിൽ വെച്ച് വന്നതിന് ഒരുപാട് സപ്പോർട്ടിങ് വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ഇവിടുന്ന് അങ്ങോട്ട് പറയാം. പക്ഷേ ഇത് തമ്പാക്കു വെച്ചിട്ടാണ്, ചുണ്ടിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് എന്നൊക്കെ പറയുന്ന
അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പോട്ടെ, എന്തായാലും ഇപ്പോൾ അതിന് വള്ളി പിടിച്ച് മാപ്പപേക്ഷയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കേസായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണുക. ആദ്യം TG മോഹൻദാസിൻ്റെ കുറച്ച് വാക്കുകൾ. ഞാൻ ഈ വ്യക്തിയുടെ വീഡിയോ കാണാറില്ല, പക്ഷേ ഇന്നലെ ന്യൂസ് നോക്കിയ സമയത്ത് ഇയാൾക്കെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, ഒരുപാട് പ്രതിഷേധം ഇയാളുടെ ഈ വാക്കുകൾക്ക് അഗെയിൻസ്റ്റാണ് നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു കോസിന് വേണ്ടിയിട്ട് അവിടെ സമരം ചെയ്യുന്ന കുട്ടികളെ എതിർത്തോളൂ, പക്ഷെ അവരൊക്കെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു മൈൻഡ് സെറ്റിനെ ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എന്താണ് ഇയാൾക്ക് പറയാനുള്ളത് നോക്കാം. ഒരു ഭരണാധികാരി ലോൺലി അറ്റ് ദ ടോപ്പ് ആവുന്ന അവസ്ഥയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, പലരും പലവിധ ഓപ്ഷൻസ് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വയ്ക്കും. ഇതാ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇനിയിപ്പോൾ സാറ് തീരുമാനിച്ചാൽ മതി. ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് എണീറ്റ് പോകും. രാത്രി 10:30 11 എല്ലാവരും പിരിഞ്ഞു. നരേന്ദ്രമോദി ഒറ്റയ്ക്കാണ്. തീരുമാനമെടുക്കേണ്ടത് ആ മനുഷ്യനാണ്. ഈ തീരുമാനമെടുത്താൽ ഇന്ന പ്രത്യാഘാതങ്ങൾ ഉദ്യോഗസ്ഥന്മാരും മറ്റ് മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു തീരുമാനം എടുത്താൽ വേറെ പ്രത്യാഘാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഈ സമരത്തിൽ ആൻറ്റി നാഷണൽസ് ഉണ്ട്, ഫ്രീ ഷർജിൽ ഇമാം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവരുണ്ട്, അല്ലാഹു അക്ബർ വിളിച്ചവരുണ്ട്, ഭാരത് തെരെ ടുക്കഡേ ഹോങ്കെ വിളിച്ചവരുണ്ട്. പാകിസ്ഥാൻ്റെ ഹാൻഡിലുകൾ 480 എണ്ണം ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ധ്രുവ് റാഠിയുടെ ഒരു വീഡിയോ കണ്ടു ഇന്നലെ. നിങ്ങൾ എത്ര പേര് ധ്രുവിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനൊരു വീഡിയോ പോലും മിസ്സാക്കാതെ കാണുന്നുണ്ട്. അതിൽ ഈ ഒരു കംപ്ലീറ്റ് പ്രൊട്ടസ്റ്റിനെ ഏത് രീതിയിലാണ് വഴി തിരിച്ചു വിട്ടത്, അതിൽ അക്രമത്തിൻ്റെ ഇതിലേക്ക് വഴി തിരിച്ചു വിടുന്നതിൽ ഇവിടുത്തെ ഭരണകൂടം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ധ്രുവിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ റിമൂവ് ആയി എന്നുള്ള അറിയില്ല, ഞാൻ ആ വീഡിയോ വന്ന സമയത്താണ് കണ്ടിട്ടുള്ളത്. മിക്കവാറും ആ ഒരു വീഡിയോൻ്റെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. UAPA കേസിലെ പ്രതികൾ വരെ ജന്തർ മന്ദിറിലുണ്ട്, അറിയാം. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി ഷീറ്റേഴ്സാണ് അവരെല്ലാം, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ട്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. I will impose curfew in that area. അപ്പോൾ ജന്തർ മന്ദിർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്. ക്ലീൻ അജിറ്റേഷനൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ അജിറ്റേഷൻ സപ്രസ് ചെയ്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഗുജറാത്ത് കലാപം ഓർത്ത് നോക്കുക. ഗുജറാത്തിലെ 14 ജില്ലകളിലായിരുന്നു അന്ന് കലാപം. ഡൽഹിയിലെ പോലെ ഈ 1.5 സ്ക്വയർ കിലോമീറ്ററിലെ കലാപമായിരുന്നില്ല, ബഹളമായിരുന്നില്ല. 14 ജില്ലകൾ ഗുജറാത്തിലെ. ഓൾ വെയർ റൈറ്റ് അഫക്റ്റഡ്. ഹൂ ഹാൻഡിൽ ദാറ്റ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പരിചയവും ഇല്ലാത്ത നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയാണ് അത് ഹാൻഡിൽ ചെയ്തത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽജി പോലും ഒരവസരത്തിൽ മോദിയെ കൈയൊഴിഞ്ഞു. ഞാനിനി എങ്ങനെ ലോകത്തിൻ്റെ മുഖത്ത് നോക്കും എന്ന് അടൽജി ചോദിച്ചു. മോദിയുടെ നെഞ്ച് കീറിപ്പോയ ഒരു ചോദ്യമായിരുന്നു. കാരണം ആ ചോദ്യം ചെന്ന് തറച്ചത് നരേന്ദ്രമോദിയുടെ നെഞ്ചത്താണ്. ബട്ട് ഇവരുടെ പ്ലാൻ ഞാൻ അറിഞ്ഞെടുത്തോളം ഈ കൂടെ ഉണ്ടായിരുന്ന പോലെയാണ്, കൂടെ ഉണ്ടായിരുന്ന പോലെ. രാത്രി കേട്ടല്ലോ ആദ്യമല്ലേ, രാത്രി 10:30 ആയപ്പോൾ റൂമിൽ ചെന്നിൽ വാതിലടച്ച് റീലെടുത്ത് മോദി എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ കൂടെ ഉള്ള പോലെയാണ് സംസാരിക്കുന്നത്. CJPയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ക്രിമിനൽ സ്റ്റുഡിയോസിൻ്റെയൊക്കെ പ്ലാൻ ഇതല്ല. അട്ടിമറിയും സംഗതിയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ എതിരാകും എന്നവർക്കറിയാം. പഴയ പോലെ അല്ല. അട്ടിമറി നടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനം തെരുവിലിറങ്ങിയിട്ട് ഇവന്മാരെ ഓരോരുത്തരെയായിട്ട് പിടിച്ച് തരും. അതിന് പകരം ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഈ എട്ടും പൊട്ടും തിരിയാത്ത ചെറുപ്പക്കാരികളും ഉണ്ടല്ലോ, തെറി പറയുന്നവർ, ബഹളം വയ്ക്കുന്നവർ, വോക്ക്. ബേസിക്കലി ഈ വോക്ക്, ഈ തെറിയും പരിപാടിയും കാര്യങ്ങളും ഒരുപാട് റീൽസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല, അത് ശരിയല്ല. പക്ഷേ അത് പല ആൾക്കാരും ഒരു നാടാകുമ്പോൾ പല ടൈപ്പുള്ള ആൾക്കാരുണ്ടാവും, അലവലാദികളും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അത് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. ആത്മഹത്യ ചെയ്യാനും മടിയോ പേടിയോ ഒന്നുമില്ല. അതാണ് വോക്ക് തലയിൽ കയറിയാനുള്ള ഈ അറുവല തുള്ളുന്ന പോലെയാണ്. പിന്നെ എന്തും ചെയ്യും, എന്ത് ഹീനകൃത്യം ചെയ്യും, എന്ത് ചെയ്യും. ഇവരെ ആത്മഹത്യ ചെയ്യിക്കാൻ വളരെ എളുപ്പമാണ്. സെൽഫ് ഇമലേഷൻ, തലയിൽ മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ചിട്ട് തീ കൊളുത്തുക. ഒരു 10 ചെറുപ്പക്കാർ 10 പട്ടണങ്ങളിൽ മാതൃകാപരമായിട്ട് എല്ലാവരും കാണുക, തലയിൽ മണ്ണെണ്ണ ഒഴിച്ചോ പെട്രോൾ ഒഴിച്ചോ തീ കൊളുത്തി നയിക്കുക.
സി ദർ ആർ മെത്തേഡ്സ്, ഇത് ഹാൻഡിൽ ചെയ്യാനും മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. യു കനോട്ട് ബ്ലാക്ക് മെയിൽ ആൻ അഡ്മിനിസ്ട്രേഷൻ ബൈ ദിസ് ടൈപ്പ് ഓഫ് ടെക്നിക്സ്. ഓൺലി തിങ്, ഇത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. അല്ലാതെ ഇത് ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തോറ്റു കൊടുക്കണമെന്നാണ് ഒന്നുമല്ല. തോൽക്കാതെ ഇത് ചെയ്യാം, അതിനൊരു വില കൊടുക്കേണ്ടി വരും. തോറ്റിട്ടും ഇത് ഇല്ലാതെയാക്കാം, അതിനൊരു വില കൊടുക്കേണ്ടി വരും. ഇതിലേത് വിലയാണ് ഇപ്പോൾ കൂടുതൽ? ഡെഫിനറ്റ്ലി ഒരു രാഷ്ട്രം ചെയ്യേണ്ടത് ഇതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നതും ഞാനാണെങ്കിൽ ചെയ്യുന്നതും അതായിരിക്കും. കാരണം ചിരിക്കല്ലാതെ എന്താ ചെയ്യുക? ഭാഗ്യം ഏതായാലും അതിലൊന്നും പോകാത്തതിൽ. ഇനി എന്തായാലും നമുക്ക്, ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ചെറിയൊരു പോർഷൻ ഉണ്ട്. ജാൻമണി പറഞ്ഞതിൻ്റെ കാര്യം, തമ്പാക്ക് പിതൃത്വത്തെ ചോദ്യം ചെയ്തതിന് മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇതാണ് നമ്മുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് കാര്യം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള CJPയുടെ കൂടെയാണ്. ഡെഫിനറ്റ്ലി യെസ്, ആ ഒരു കോസിന് വേണ്ടിയിട്ടാണ്, ആ കുട്ടികളുടെ പ്രതിഷേധത്തിന് അത്രയും മാനസികമായിട്ടും എല്ലാം കൊണ്ടും സപ്പോർട്ടാണ്. പക്ഷേ ആ പറഞ്ഞ കാര്യം ഒരിക്കലും, ഇതാ ഞാൻ പറഞ്ഞത്, സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്, പ്രൈം മിനിസ്റ്റർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. പക്ഷെ അതിനൊരു ഭാഷ ഉണ്ട്, ഒരു കൾച്ചറുണ്ട്, അവനവൻ്റെ ഒരു ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവത്തില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വാക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ആ ഒരു ഡയലോഗ് അടിച്ചാൽ ആരതിനൊക്കെ ത്രെട്ടൻ ചെയ്യാൻ പോകുന്നത്? ഏത് വിവരദോഷത്തിനൊക്കെ ത്രെട്ടൻ ചെയ്യാൻ പോകുന്നത്? എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ജാൻപ എങ്ങനെയാണ് ഇതാ ശരിയില്ലാതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി ആൻഡ് ഫ്രം ഇന്ത്യ, ഫ്രം കേരള, എവ്രിവെയർ ഇറ്റ് വാസ് കമ്മിങ്. സോ എനിക്ക് സെറ്റപ്പ് എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കാൻ വേണ്ടിയല്ല. ഞാൻ ബേസിക്കലി നമ്മുടെ PM-ക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ ഐ വാസ് ജസ്റ്റ് ആസ്കിംഗ് ഹൗ കം വൺ പേഴ്സൺ can become 3 years pregnant. That's what one question I was asking, not to the നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ ഒരു ഊള റീല് കണ്ടിട്ട് അതിനെ മലയാളീകരിച്ച് ചോദിച്ചു. പക്ഷെ മനസ്സിലാക്കേണ്ടത് നോർത്ത് ഇന്ത്യൻസ് അല്ല, നമ്മൾ മലയാളികളാണ്. ഈ ബിഗ് ബോസ് കിടന്നിട്ട് വിളയാടുന്നത് പോലെയല്ല. ഞാൻ പറയാം, അത്യാവശ്യം നല്ല രീതിയിൽ ജാൻമണിക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് രഞ്ജിനി ഹരിദാസിന്റെ ഉറ്റ സുഹൃത്തും കൂടിയായ ജാൻമണി ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന രഞ്ജിനി ഹരിദാസും കൂടിയാണ്. Modi ji, that was I'm asking that about this content, and that one's become like a very much viral, and people are very much angry. And I never thought like I want to hurt anybody, because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റപ്പറ്റുന്നുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ. കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ചാൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇതിന്റെ മേലേക്ക് എനിക്ക് പറയാനൊന്നുമില്ല, അതുകൊണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആൾക്ക് അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിനെ കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയി, എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്ന പിന്നെ ഞാൻ വർക്ക് ചെയ്ത് അനുസരിച്ച് അതിനാണ് ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇപ്പൊ ജസ്റ്റ് രണ്ടാമത് സംസാരിച്ച് അതിനെ അറിയില്ല ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് എങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അത് എനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അതേ ടൈമിലാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് എ വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ ആം റിയലി സോറി. സോ എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. യു ഹേർട്ട് യുവർ സെൽഫ് മണിച്ചേട്ടാ, അത്രേ പറയാനുള്ളൂ. ജാൻമണി എന്തായാലും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.